മോർണിംഗ്. ഗുഡ് മോർണിംഗ് സാർ. തന്റെ ആദ്യത്തെ ഗുഡ് മോർണിംഗിലെ സാർ അവിടെ പോയി? എവിടെയും പോയതല്ല സാർ. ആദ്യത്തെ അടിക്ക് കേട്ടാലും സാർ കേട്ടതായിട്ട് ഭാവിക്കില്ല. പിന്നെന്തിനാ ഒരു വാക്ക് പാഴാക്കി കളയുന്നു? തന്നെയുള്ള ചെറുപ്പത്തിലേ എനിക്ക് ഈ വാക്കുകൾ വേസ്റ്റ് ചെയ്യുന്ന ഇഷ്ടമല്ല. അമ്മയെ തന്നെ ഞാൻ ആ എന്നെ വിളിക്കൂ. മതിയോടോ, മതി. ഞാൻ കണ്ടതാ. താൻ പോയി ആ ആന്റിയോട് വരാൻ പറയും. ഗുഡ് മോർണിംഗ് സർ. മോർണിംഗ്. അനി, ബാലൻസ് ഷീറ്റ് ഡൽഹിയിലേക്ക് അയച്ചോ? ഓഡിറ്റേഴ്സ് ഇങ്ങോട്ട് വരുന്നതുകൊണ്ട് സാർ അയക്കണ്ടെന്നല്ലേ പറഞ്ഞത്? അയച്ചേ. നാളെ പബ്ലിക് ഹോളിഡേ ആണ്. സോ യു ആർ ഫ്രീ അല്ലേ? അല്ല സർ, നാളെ ഞങ്ങളുടെ സോഷ്യൽ സർവീസ് ഡേ ആണ്. ഓ, അപ്പൊ ജനസേവനമൊക്കെ ഉണ്ടല്ലേ? ഇത് ഗാന്ധിയുടെ ടിക്കറ്റാണ്. ഡൽഹിയിലെ മാനേജർ ഇന്നലെ തന്നെ പോയതുകൊണ്ട് ഒരെണ്ണം മിച്ചം വന്നു. ഇതാനിക്കിരിക്കട്ടെ. ദേ, കിട്ടാൻ വളരെ ബുദ്ധിമുട്ടായതുകൊണ്ട് ബ്ലാക്ക് വായിച്ചതാണ്. കമോൺ കമോൺ. മാട്രിക്കാണ്, മാറ്റിനി. ഇനി പെമ്പറന്തോർത്തിയുടെ ഫോട്ടോ കണ്ടെന്ന് വെച്ച് ഈ പാർട്ടി വളയാതിരിക്കണ്ട. What the hell have you typed? എന്ത് പറ്റി സർ? Look, it is full of mistakes. നിറയെ അക്ഷരത്തെറ്റ്. അറ്റ്ലീസ്റ്റ് തരുന്നതിന് മുമ്പ് നിൽക്കുന്ന വായിച്ചു പോയിക്കൂടെ? സോറി സർ, ഇത് ഞാൻ ടൈപ്പ് ചെയ്തതല്ല, ഡൽഹിയിൽ നിന്ന് വന്നത്. See, I am talking about the responsibility. Are you responsible? Yes sir. You are not. Are you punctual? Yes sir. You are not. എന്തുണ്ടായെന്ന് പറയൂ സർ. പേപ്പേഴ്സ് എല്ലാം അതാത് ഡേറ്റ്സിൽ അയക്കുന്നു. രാവിലെ കൃത്യം 9 മണിക്ക് വരുന്നു, 6 മണിക്ക് ശേഷം പോകുന്നു. No, no, no. എന്റെ ഓഫീസ് സമയത്തെ കുറിച്ചല്ല ഞാൻ സംസാരിക്കുന്നത്. യുവർ ഇന്റഗ്രിറ്റി, നിങ്ങൾ ആത്മാർത്ഥത. നിങ്ങൾക്ക് വേണ്ടി ഞാൻ എത്ര സമയം ആ തിയേറ്ററിൽ വെയിറ്റ് ചെയ്യുന്നറിയാമോ? ഓഹോ, അതാണോ കാര്യം? അതെ, നിങ്ങൾ വന്നില്ല എന്നതുകൊണ്ടല്ല, നിങ്ങൾ കാരണം എനിക്ക് കൂടി ആ നല്ല ചിത്രം കാണാൻ പറ്റാതെ പോയി. ഗാന്ധി, ഫാദർ ഓഫ് ദ നേഷൻ. എന്നെ വിടൂ. ആനിക്ക് ഈ നാടിനോട് ഒരു ആത്മാർത്ഥത വേണ്ടേ? ഗാന്ധിയുടെ തത്വങ്ങൾ എന്നോടൊപ്പം അനിയും പഠിക്കട്ടെ. ഞാൻ വരാമെന്ന് പറഞ്ഞില്ലല്ലോ. ടിക്കറ്റ് തന്നു, വാങ്ങി, കാമാക്ഷി വിട്ടു. കാമാക്ഷി, നിങ്ങൾക്ക് വേറെ ആരെങ്കിലും യു കളക്ട് മീ ഹോട്ടൽ താജ്. ഹലോ, യാ 1 സെക്കൻഡ് സർ. താജ് ഹോൾഡിംഗ്. എനിക്കും റോസ് വളരെ ഇഷ്ടമാണ്, ചെറുപ്പം മുതൽ. ഇത് വെച്ചൂടെ? ഒരിക്കലും മാടാതെ വളർത്തിയതാണ് എന്റെ മനസ്സിൽ. എന്റെ പൂന്തോട്ടം നിറയെ റോസാ ചെടികളാണ്. ജീവിതം മുഴുവൻ ഇങ്ങനെ ഓരോന്ന് തരാം.
പാർട്ടിക്ക് ഭാവനയുണ്ട്, അതും പൂവിനകത്ത്. പുരുഷന്മാരുടെ ഒരു കാണാപ്പാടമാണല്ലോ ഈ പ്രയോഗം. എങ്കിലും നീ ഇത് വാങ്ങിക്കളഞ്ഞല്ലോടി. നീ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു വസ്തു ഒരാൾ തന്നിരിക്കട്ടെ, നീ ആണെങ്കിൽ എന്ത് ചെയ്യും? ഏറ്റവും ഇഷ്ടപ്പെടുന്ന വസ്തു, ഇഷ്ടപ്പെടുന്ന ഒരാൾ എന്ന് കൂടി ചേർത്താൽ ഉത്തരം ഈസി. ഞാനാണേലും വാങ്ങും. എങ്കിലും പെട്ടെന്ന് അങ്ങനെ വാങ്ങാൻ പാടില്ലായിരുന്നല്ലേടി? ഒരിക്കലും പാടില്ലായിരുന്നു. അയാൾ വെച്ച് നീട്ടി, നീ വാങ്ങി. ഇതിലെന്താടി ഒരു ത്രില്ല്? ഞാനായിരുന്നെങ്കിൽ അയാളെ ചുരുങ്ങിയതൊരു 50 പ്രാവശ്യമെങ്കിലും നടത്തി വായി വരുന്നതെല്ലാം പറഞ്ഞ് ആളൊരു പരുവമാവുമ്പോ പതുക്കെ തുടങ്ങും. ആദ്യം ഒരു ചിരി, കിക്കിക്കെന്നല്ല, ചുണ്ടിൽ മാത്രം. പിന്നെ പറയണോ, എതിർപക്ഷത്തിന് അത് മതി. ഊണില്ല, ഉറക്കമില്ല, കുളിയില്ല, ജപമില്ല, കണ്ണിലും മനസ്സിലും ഞാൻ മാത്രം. അങ്ങനെ ആദ്യം നമ്മൾ സ്ത്രീകൾക്ക് ഒരു വിലയുണ്ടെന്ന് വരുത്തുക. പിന്നെ പ്രേമം, വിവാഹം. സമ്മതിച്ചോ? അല്ല, സമ്മതിച്ചോന്ന്? ഇത് പാക്ക് ചെയ്യൂ. ആരാ ബില്ല് പേ ചെയ്ത്? ഞാനാണ്. കുറച്ചുകൂടെ അന്തസ്സായി പെരുമാറൂ പ്ലീസ്. എന്തിനാ ഇങ്ങനെ ചൂടാവുന്നേ? ഒരു പൂ വാങ്ങിയെന്ന് കരുതി എന്തും ആകാമെന്നാണോ? ഇഷ്ടമുള്ളതുകൊണ്ടല്ലേ? എന്നെ എങ്ങനെ ഇഷ്ടപ്പെടണ്ട? അല്ല, ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെടണ്ടെന്ന് പറഞ്ഞില്ലേ? ഇതെന്തൊരു പാടാണ്. അനി അനി പ്ലീസ് ഒന്ന് പതുക്കെ പറ. നമ്മൾ തമ്മിൽ അടിവെച്ചാൽ ആള് വന്നു വിചാരിക്കും.